നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ മനുഷ്യർ പോയാൽ ജീവനോടെ തിരികെ എത്താൻ സാധിക്കാത്ത ഒരിടമുണ്ടെന്ന്? വെറും തള്ളു എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ശരിക്കും ഈ ഭൂമിയിൽ അങ്ങനെയൊരു സ്ഥലമുണ്ട്. ഇക്കുറി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഭൂമിയിൽ മനുഷ്യർ പോകാൻ ഭയക്കുന്ന ആ സ്ഥലത്തേക്കാണ്. ഇവിടെ എത്തുന്ന മനുഷ്യരെ കൊലപ്പെടുത്താൻ ഉഗ്രവിഷമുള്ള ആയിരക്കണക്കിന് പാമ്പുകളാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഇത് ഇലാ ക്യുമാഡോ ഗ്രാൻഡ് എന്ന ദ്വീപ്. തെക്കൻ ബ്രസീലിൻ്റെ തീരത്ത് സാവോ പോളോയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബ്രസീലിൻ്റെ ഭാഗമാണ് ഈ ദ്വീപ്. 110 ഏക്കറോളം മാത്രം വിസ്തീർണമുള്ള ഈ ദ്വീപ് പാറക്കൂട്ടങ്ങളും പുൽമേടുകളും കൊടും കാടും നിറഞ്ഞ ഒരു ഇടമാണ്. ഭൂവിഭാഗത്തിൻ്റെ വ്യത്യസ്തത കണക്കിലെടുക്കാതെ എല്ലായിടത്തും ഇരയെ കാത്തിരിക്കുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഭീകരമായ സ്ഥലങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ ദ്വീപ് അറിയപ്പെടുന്നത് തന്നെ പാമ്പുകളുടെ ദ്വീപെന്നാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിലൊന്നായ സ്വർണ്ണത്തലയൻ അണലികളുടെ വാസസ്ഥലമാണ് ഇവിടം. ഏകദേശം 2000-നും 4000-നും ഇടയിൽ അണലികൾ ഇവിടെയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവയുടെ കടിയേറ്റാൽ 1 മണിക്കൂറിനകം മരണം സംഭവിക്കും. ഈ ഗണത്തിൽപ്പെട്ട പാമ്പുകൾ മറ്റെവിടെയുമില്ല എന്നതും ഒരു വസ്തുതയാണ്. എങ്ങനെയാണ് ഇത്രയധികം പാമ്പുകൾ ഇവിടെ എത്തിയത്? ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെ എവിടെ പോയി? ഇവിടെ എത്തപ്പെടുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിക്കുന്നു? മറ്റെല്ലാ വിചിത്ര സംഭവങ്ങളെയും പോലെ ഈ ദ്വീപിനെക്കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾക്കും ഒന്നിലധികം ഉത്തരങ്ങളുണ്ട്. അവയിൽ ശാസ്ത്രീയമായ ഉത്തരത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഹിമയുഗത്തിൻ്റെ അവസാനത്തിൽ സമുദ്രനിരപ്പ് ഉയരുമ്പോൾ പ്രധാന ഭൂപ്രദേശത്തു നിന്ന് പാമ്പുകൾ ഈ ദ്വീപിൽ കുടുങ്ങിയതാകാമെന്നാണ് ഗവേഷകർ പറയുന്നത്. ദ്വീപിൽ സസ്തനികളൊന്നും താമസിക്കുന്നില്ല. അതിനാൽ പാമ്പുകൾക്ക് ഭീഷണി ഉയർത്തുന്ന വേട്ടക്കാരാരുമില്ലായിരുന്നു. വേട്ടക്കാരില്ല എന്നത് ഈ പാമ്പുകളുടെ പൂർവികർക്ക് അനുകൂലമായ ഘടകമായിരുന്നുവെങ്കിൽ മറ്റൊരു ഭീഷണിയും ഇവയ്ക്കുണ്ടായിരുന്നു. പാമ്പുകളല്ലാതെ മറ്റൊരു ജീവിയും ഇവിടെ ഇല്ലാത്തതിനാൽ അതിജീവനം വളരെ പ്രയാസമേറിയതായിരുന്നു. അങ്ങനെ ദേശാടന പക്ഷികളെ വേട്ടയാടാൻ ഈ പാമ്പുകൾ പരിശീലിച്ചുവത്രേ. അങ്ങനെ ഇവിടുത്തെ പാമ്പുകളുടെ പ്രധാന ആഹാരം തന്നെ ദേശാടന പക്ഷികളായി മാറി. ഇങ്ങനെ നാം അറിയുന്ന ആധുനിക കാലത്തെ ഇലാ ക്യുമാഡോ ഗ്രാൻഡ് ദ്വീപിൻ്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ പാമ്പുകളുടെ ദ്വീപ് എന്ന മേൽവിലാസത്തോടെയാണ്. എന്നാൽ 1900-ങ്ങളുടെ തുടക്കത്തിൽ ചില ധീരന്മാരായ ആളുകൾ ഈ ദ്വീപിൽ താമസിക്കാൻ തയ്യാറായെത്തി. കപ്പലുകൾക്ക് ദിശാസൂചികയാകാനുള്ള ഒരു വിളക്കുമാടം ബ്രസീലിയൻ നാവികസേന ഇവിടെ സ്ഥാപിച്ചു. ഇതിൻ്റെ പ്രവർത്തനത്തിനായാണ് ആളുകൾ ഇവിടെ താമസിക്കാൻ തയ്യാറായത്. ആദ്യമായി ഇവിടെ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് 1909-ലാണ്. ഒപ്പം മേൽനോട്ടത്തിനായി ജീവനക്കാരെയും നിയോഗിച്ചു. പക്ഷേ അവരാരും പിന്നീട് തിരിച്ചു വന്നില്ല. അവസാനമായി നിയോഗിച്ച ലൈറ്റ് ഹൗസ് ജീവനക്കാരനും ഭാര്യയും 5 വയസ്സുള്ള കുട്ടിയും അടങ്ങുന്ന കുടുംബം പാമ്പുകടിയേറ്റ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ കാണപ്പെടുകയായിരുന്നു. പിന്നീട് ഇവിടേക്ക് ജീവനക്കാരെ നിയോഗിക്കാതെയായി. പ്രാചീന കാലത്ത് കടൽക്കൊള്ളക്കാരുടെ കേന്ദ്രമായിരുന്നു ഈ ദ്വീപെന്നും മറ്റാളുകൾ ഇവിടേക്ക് കടന്നു വരാതിരിക്കാനായി ഇവരായിരിക്കും പാമ്പുകളെ ഇവിടെ എത്തിച്ചതെന്നും ഒരു കഥയും പ്രചാരത്തിലുണ്ട്. കടൽക്കൊള്ളക്കാർ ഈ ദ്വീപിൽ തങ്ങളുടെ കൊള്ളമുതലുകൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അധോലോക നായകന്മാരുടെ കേന്ദ്രമാണ് ഇവിടമെന്നും മറ്റും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും തെളിവില്ല കേട്ടോ. ഈ ദ്വീപിലേക്ക് മനുഷ്യരെത്തിയാൽ ഉറപ്പായും പാമ്പുകടിയേറ്റ് മരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും 3 വിഭാഗം ആളുകൾ സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച് ഇവിടേക്ക് എത്താറുണ്ട്. അവർ വരുന്നത് തന്നെ പാമ്പിൻ വിഷത്തെ പ്രതിരോധിക്കാനുള്ള ആൻറ്റി വെനവുമായാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര റിസ്ക് എടുത്താണ് ആളുകൾ ഇവിടേക്ക് പോകുന്നത്. ഇനി ആരൊക്കെയാണ് ഈ ദ്വീപിലേക്ക് പോകുന്നത് എന്ന് മാത്രം ഇനിയും പറഞ്ഞില്ലല്ലോ എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? പാമ്പ് ഗവേഷകർക്കും അവർക്ക് തുണയായി വരുന്ന നാവികസേന ഉദ്യോഗസ്ഥരും പിന്നെ അനധികൃതമായി പാമ്പിൻ വിഷം ശേഖരിക്കാൻ എത്തുന്നവരും മാത്രമാണ് ഈ ദ്വീപിലേക്ക് വരുന്നത്. ആൻറ്റിവെനം അഥവാ പ്രതിവിഷം നിർമ്മിക്കാനായി പാമ്പുകളുടെ വിഷം ഗവേഷകർ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ കരിഞ്ചന്തയിലും പാമ്പിൻ വിഷം വൻതോതിൽ എത്താറുണ്ട്. ഇതാണ് ഇവിടുത്തെ പാമ്പുകൾ നേരിടുന്ന ഏക ഭീഷണി എന്ന് വേണമെങ്കിൽ പറയാം. മരുന്ന് കച്ചവടക്കാർ വൻതോതിൽ പാമ്പുകളെ കൊന്നൊടുക്കുന്നുണ്ട്. ഇക്കാരണത്താൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഇവിടുത്തെ പാമ്പുകളെ പ്രധാനമായും സ്വർണ്ണത്തലയൻ അണലികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇവിടെയുള്ള പാമ്പുകളെല്ലാം ഉഗ്രവിഷമുള്ളവരാണ് എന്ന് ധരിക്കരുത് കേട്ടോ. ഒട്ടും വിഷമില്ലാത്ത ചെറു പാമ്പുകളും ഈ ദ്വീപിലുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ദ്വീപിൽ എത്തിപ്പെടാൻ ഇടയായാൽ ജീവൻ നഷ്ടമാകാതിരിക്കാൻ ഒരു മാർഗവും ഗവേഷകർ പറയുന്നുണ്ട്. ആരെങ്കിലും ഈ ദ്വീപിലെത്തി ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ്വീപിലെ പാറക്കെട്ടുകളിൽ തുടരാനാണ് ഗവേഷകർ പറയുന്നത്. കാരണം ഉഗ്രവിഷമുള്ള സ്വർണ്ണത്തലയൻ അണലി ഉൾപ്പെടെയുള്ള പാമ്പുകൾ വനമേഖലയിലെ മരങ്ങളിലാകുമത്രേ മിക്ക സമയവും.
കാരണം ഇവരുടെ ഇരകളായ ദേശാടന പക്ഷികൾ മരക്കൊമ്പുകളിലാണ് മിക്കപ്പോഴും വിശ്രമിക്കുക. അപ്പോഴാണ് ഈ പാമ്പുകൾ ഇര പിടിക്കുന്നതത്രേ. അതുകൊണ്ട് തന്നെ വിഷമുള്ള പാമ്പുകൾ സാധാരണഗതിയിൽ പാറക്കെട്ടുകളിൽ കാണില്ലെന്നും ഗവേഷകർ പറയുന്നുണ്ട്. ഇനി അവിടെ അകപ്പെട്ടു പോയാൽ ഭക്ഷ്യയോഗ്യമായ ഫലങ്ങളും ഇലകളൊന്നുമില്ല എന്നും ഗവേഷകർ പറയുന്നു. പക്ഷേ ഭക്ഷ്യയോഗ്യമായ ഒന്ന് ഈ ദ്വീപിൽ സുലഭമാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കടിയേറ്റ് മരിക്കാതെ ഈ പാമ്പുകളെ പിടികൂടാനായാൽ അവയുടെ വിഷഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്ന തല നീക്കം ചെയ്ത ശേഷം നല്ല രുചികരമായ പാമ്പിറച്ചി കഴിച്ച് വിശപ്പടക്കാം. പക്ഷേ പാമ്പിനെ പിടിച്ചു കഴിയുമ്പോൾ അതിനെ പാകം ചെയ്യാൻ നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്രയൊക്കെ കേട്ടിട്ടും ഈ ദ്വീപിലേക്ക് ഒരു യാത്ര ചെയ്യാൻ തക്ക സാഹസിക സഞ്ചാരികൾ ആരെങ്കിലുമുണ്ടോ? ഇനി അതിന് മമ്മൂക്കയോ ലാലേട്ടനോ ഷാരൂഖ് ഖാനോ അല്ലെങ്കിൽ സണ്ണി ലിയോണോ കമൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ. കാരണം ഡെവിൾസ് കിച്ചണിൽ നിന്ന് ജീവനോടെ തിരിച്ചു വന്ന ഒരേ ഒരാൾ മലയാളിയാണല്ലോ.